ഹലോ ഗൈസ്, വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ UK ഒരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ കൊച്ചുണ്ടായി കഴിഞ്ഞ് കൊച്ചിനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ എയർലൈൻസ് ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ അത് നന്നായിരിക്കും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതുപോലെ ലഗേജിന്റെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നത്, പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊന്ന് പാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ എയർലൈൻസുമായിട്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എയർലൈൻസ് സത്യം പറഞ്ഞാൽ നമ്മളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യും. അതുപോലത്തെ ഒരു സർവീസസ് ആണ് എനിക്ക് പലപ്പോഴും ഇതിന് മുന്നേ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കൊച്ചിനെ ഫ്ലൈറ്റിൽ ഇതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ അവൾക്ക് 8 months ആവുന്നു. 8 months ആയിട്ട് അവിടെ ട്രാവൽ ചെയ്യുന്നതിന്റെ കാര്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ട്രാവൽ ചെയ്യുമ്പോൾ ഡ്യൂറിംഗ് ഫ്ലൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഒരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. Gentlemen, good afternoon. This is the captain speaking. If the seatbelt sign is switched on for turbulence, then please ensure that you return to your seat immediately. Please make yourselves comfortable. I do hope you enjoy the flight. അപ്പം നമ്മൾ ഈ യാത്ര ചെയ്യാൻ പോകുന്നത് ബെൽഫാസ്റ്റിൽ നിന്നും മാഞ്ചസ്റ്ററിലോടാണ്. റയാനെയർ വഴിയാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്. ഈ വിൻഡോയിൽ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് സീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവർക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് റോയിലെ സീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ £21, 8 സീറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ £21, അതുപോലെ തന്നെ £14, £10, £8, പിന്നെ £15 മിഡിൽ നമ്മുടെ എമർജൻസി ഡോറിന് അടുത്തിരിക്കും. പിന്നെ എല്ലാം £8 ആണ് കൂടുതലായിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഈ ഇതാണ്. കാരണം വിൻഡോസ് സീറ്റിൻ്റെ ആ ഒരു പിന്നെ എമർജൻസി സീറ്റിൻ്റെ അടുത്തുമാണ് ഇവർ മെയിനായിട്ടും ഇൻഫൻറ്റിനായിട്ട് ഇരിക്കാനായിട്ട് അലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു സീറ്റുകളെല്ലാം ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പല ഫ്ലൈറ്റിലും പല രീതിയിലായിരിക്കും ഈ സീറ്റിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വരുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും നോക്കിയിട്ട് നമുക്കത് ബുക്ക് ചെയ്യാൻ സാധിക്കും. റയാനെയറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബിലോ 2 years ഉള്ള കുട്ടികളെല്ലാം നമ്മൾ മടിയിലിരുത്തിയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം നമ്മൾ അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ നമ്മളൊരാൾ സെലക്ട് ചെയ്യണം. അയാളുടെ മടിയിലായിരിക്കും കൊച്ച് ഇരുന്ന് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ കൊച്ച് ആരുടെ മടിയിലാണോ ഇരിക്കുന്നത് അവരൊരു സ്പെഷ്യൽ സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. സീറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അടുത്ത ടാസ്ക്കാണ് നമുക്ക് ഈ ബാഗേജ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. Infant are not entitled to bring cabin bag. Adult traveling with an infant can carry baby bag up to 5 kilo in additional to their cabin bag allowance. അപ്പോൾ നമുക്ക് കൊച്ചിൻ്റെ ഹാൻഡ് ബാഗ് കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാമേ. എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ ഞങ്ങൾക്ക് കമൻ്റ് ഇടുക, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് ഫസ്റ്റ് കൊച്ചിൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട്, റെഡ് ബുക്ക്. കാരണം ഇൻ കേസ് നമുക്ക് കൊച്ചിന് എന്തെങ്കിലും വയ്യായികയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് കയ്യിലുള്ളത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ പാമ്പേഴ്സ് കൊച്ചിൻ്റെ ബാഗിൽ കൊച്ചിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അതായത് എന്തായാലും അവർ ചെക്ക് ചെയ്യും എന്തൊക്കെയുണ്ട് കാര്യങ്ങളെല്ലാം. സ്കാൻ ചെയ്യുന്ന മെഷീനിലൂടെ കൊച്ചിൻ്റെ ബാഗും കൂടെ കയറ്റി വിടുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് മറ്റേ കൊച്ചിൻ്റെ പാമ്പേഴ്സ്, പിന്നെ എക്സ്ട്രാ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചു ഫുഡ് ഉള്ളത് കൊണ്ട് നമുക്ക് കൊച്ചിൻ്റെ ഏപ്രൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പാമ്പേഴ്സ് എടുക്കുന്നതിനോടൊപ്പം തന്നെ കൊച്ചിൻ്റെ വൈപ്സും കൂടെ എടുക്കാനായിട്ട് നോക്കുക. അടുത്ത ഞങ്ങൾ എടുക്കുന്നത് കൊച്ചിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ ഫ്ലവേഴ്സ് ഇഷ്ടമാണ്. അപ്പം അതനുസരിച്ച് നിങ്ങൾക്കും ചൂസ് ചെയ്തെടുക്കാം. അതായത് ഓരോ ഷോപ്പിലും അവൈലബിൾ ആണ്. ബനാന പ്യൂരി അല്ലെങ്കിൽ ബ്ലൂബെറിയുടെ പ്യൂരി അങ്ങനെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കും കൊച്ചുങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കും അത് ചൂസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ
2 ഫ്ലേവർ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോട്ട് വാട്ടർ, അതായത് കൊച്ചിൻ്റെ ബാഗിൽ കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ എടുക്കണം, പാൽപ്പൊടി കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്യാനായിട്ട്. അപ്പം അതിൽ 100 ml കൂടുതൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കൊച്ചിൻ്റെ ബാഗിൽ, കൊച്ചിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പൗച്ചും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ചൂട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് കൊച്ചിന് പാല് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് എയർപോർട്ട് വെച്ചിട്ട് കൊടുക്കാനായിട്ട്. അതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്താണെങ്കിൽ ചൂട് നിൽക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ കണ്ടല്ലോ, നമ്മളിപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്തതെല്ലാം അതിന് കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കുട്ടിക്ക് വേണ്ടി നമുക്ക് 5 കിലോയുള്ള ബാഗ് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് നാപ്പീസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ബേബി ഐറ്റംസ് മാത്രമാണ് പറ്റുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ 2 ചെറിയ ബാഗും പിന്നെ നമ്മുടെ കൊച്ചിനുള്ള പ്രാമും അതുപോലെ സീറ്റുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു ഇതെങ്ങനെയായിരിക്കും. നമ്മൾ ഇൻസ്ട്രക്ഷൻ എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഉപകാരമായിരിക്കും വീഡിയോ അവസാനം വരെ കാണാം. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെക്കിൻ ആകാനായിട്ട് ഒരു ലിങ്ക് അയച്ചു തരും. അതുപോലെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലാണ് അവർ മൊബൈലോട്ട് അയച്ചു തരും. അപ്പം റയാനെയറിന്റെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മൾ ബിഫോർ നമ്മൾ ചെക്കിൻ ചെയ്തിരിക്കണം. നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമ്മളത് പോയി ചെക്കിൻ ചെയ്തില്ലെങ്കിൽ അവരവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചാർജ് ചെയ്യും. 55 പൗണ്ട് വരെ അവർ ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന്. ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പേയ്മെന്റ് അടയ്ക്കേണ്ട വന്നിട്ടുണ്ട്. അതുകൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സാറാമ്മ. അപ്പം ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവാ. പേടിയുണ്ടോ? അങ്ങനെ നമ്മുടെ ലഗേജും അതുപോലെ തന്നെ ബേബി ബാഗും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് കൊച്ചിനായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ലഗേജ് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് പ്രാം എവിടെയാണ് വെക്കേണ്ടതൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ചെന്നിട്ട് അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ക്യാരി ബാഗ്, നമുക്ക് ഉള്ള ഹാൻഡ് ബാഗ് നമുക്ക് തോളിലിട്ടതിന് ശേഷം കൊച്ചിൻ്റെ പ്രാം നമുക്ക് ഫ്ലൈറ്റിന് അടുത്തോട്ട് കൊണ്ടുപോകാമെന്നാണ് അവർ പറഞ്ഞത്. പതിവ് പോലെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് നമ്മളെ ക്യാഷ് കൗണ്ടറിൽ പോയി പൈസയൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ ഗേറ്റിലോട്ട് പോയി. ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് മസ്റ്റായിട്ടും ഈ ടാഗ് നമ്മൾ പ്രാമിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജും അതുപോലെ തന്നെ പ്രാമും എല്ലാം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴും മനസ്സിലായിട്ടോ ഈ പ്രാം അവിടെ വെക്കുന്നതെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് കൊച്ചിനായിട്ട് വരുന്നതല്ലേ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് തോന്നുന്നു. ഇതൊന്നും പ്രയോറിറ്റി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ ഒരു അതിലൂടെ കൊണ്ടുപോയി കൊച്ചിനെ പ്രാമും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ഒരേ കേസേ ഉള്ളൂ, ഈ ഒരു ടാഗില്ലേ, ഈ ടാഗ് നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചെയ്യുവാണെങ്കിൽ അവർ കുറച്ചുകൂടി ഉപകാരമായിരിക്കും. ഇല്ലെങ്കിലും അവർ ബോർഡിങ് ചെയ്യുന്നതിൻ്റെ അവിടെ തരും, പക്ഷെ എന്നാലും മറ്റേ കുറച്ച് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് പോയാലും എവിടെയെങ്കിലും നമ്മൾക്ക് ഒരു പണി കിട്ടുമെന്ന് പറയുന്ന പോലെ തന്നെ സാറാമ്മ നല്ല വഴക്കായിരുന്നു. വഴക്കെന്ന് പറഞ്ഞാൽ നമ്മളിത് മുൻകൂട്ടി കണ്ടു വേണം പോകാനായിട്ട്. കൊച്ചിന് വേണ്ട ഫുഡും അതുപോലെ തന്നെ പാലും ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്ത് കുറച്ച് എടുത്തിട്ട് വേണം പോകാനായിട്ട്. കൊച്ചിനെ സംബന്ധിച്ച് പരിചയമില്ലാത്ത സ്ഥലമാണ്, പരിചയമില്ലാത്ത അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫാക്റ്റായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവർ നമ്മുടെ നിന്ന് പ്രാം ആ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമ്മുടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറ്റാനായിട്ട്. ഫ്ലൈറ്റിൻ്റെ അടുത്ത് വരെ നമുക്ക് ഈ പ്രാമുമായിട്ട് പോകാൻ പറ്റും. ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ അവർ വെച്ചാൽ മതി, അവർ ലഗേജിൻ്റെ കൂടെ തന്നെ അത് കയറ്റി വിട്ടോളും. ആദ്യം നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ പക്കൾ അതവർ പറഞ്ഞു തരും. നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ പക്കളിൻ്റെ കൂടെ തന്നെ പിള്ളേരുടെ പക്കളും കൂടെ തന്നെ ഇടണം. എന്നിട്ട് അങ്ങനെ ആണ് ചെയ്യുന്നത്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ബേബി സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. പിന്നെ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഒന്നും ടെൻഷൻ വേണ്ട, ഫ്രീ ആണ്. പ്രാമ്പ് നമ്മൾ താഴെ വിട്ടിട്ടുണ്ടായിരുന്നു. പ്രാമ്പ് എടുത്തിട്ട് അവർ ലഗേജിൻ്റെ അതിനകത്തിട്ട് അവർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിള്ളേരുടെ ചെവിയിലൊക്കെ മർദ്ദം അടിക്കില്ല. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും നമ്മുടെ ചെവിയിലൊരു മർദ്ദം അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ മെയിനായിട്ടും ആ ഒരു ക്യാപ്പ് കൊച്ചിന് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അവൾക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നി. ചിലപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം നമ്മളിതെല്ലാം മുൻകൂട്ടി ഒന്ന് കാണണം. പിന്നെ നമ്മൾ മാക്സിമം പിടിച്ച് വെക്കാനൊക്കെ നോക്കി. അതുപോലെ തന്നെ അവളുടെ ചെവി ആ സമയത്ത് പൊത്തിപ്പിടിക്കാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് റൺവേയിലൊരു മുയലിനെ കാണുന്നത്. മുയലിനെ കണ്ടോ, മുയൽ ഓടി കളിക്കുന്നുണ്ടോ. ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്ലൈറ്റിലിരുന്നപ്പോഴും കൊച്ചിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു.
ആറാമയായിട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഓർത്ത് ലഗേജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമെന്ന് ഓർത്തെ. പക്ഷേ ലഗേജിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കറക്റ്റ് ലേറ്റ് ആടി വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. പടവടേന്ന് കാര്യങ്ങൾ ചെയ്തു, പടവടേന്ന് വിടുമായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് പെട്ടെന്ന് അനൗൺസ് ചെയ്തു. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഫൈനൽ കോളായിരുന്നു. വിതനപ്പടയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി. നമ്മുടെ പ്രാം അവർ നമ്മുടെ ലഗേജിൻ്റെ കൂടെ തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ നമുക്കറിയാൻ സാധിച്ചത് നമ്മുടെ ലഗേജൊക്കെ വരുന്ന അതിൽ തന്നെ ആ പ്രാമും സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ ലഗേജ് വരുന്ന അവിടെ വെയിറ്റ് ചെയ്ത് ആ പ്രാമും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് അവിടെ ഇത് കിട്ടിയതാണ്. ഫിഷ് ഇത് നമുക്ക് ഈ ഒരു ജേർണിയിലൂടെ മനസ്സിലായത് നമുക്ക് ബേബിനെയായിട്ട് ട്രാവൽ ചെയ്യുമ്പം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ജേർണിയിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.